പാലക്കാട്ടെ വമ്പൻ പോരാട്ടം ഇന്ന്. വിധി എഴുതാൻ ജനം പോളിംഗ് ബൂത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. 184 ബൂത്തുകളിലായി 1,94,000 പേർ ഇന്ന് വിധി എഴുതും. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിവരെ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ബൂത്തുകളിൽ നീണ്ട നിര. തത്സമയ സംപ്രേഷണവുമായി ടീം ന്യൂസ് മലയാളം. ജാർഖണ്ഡ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം ഇന്ന് 4 സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് 15 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക്. ഉത്തർപ്രദേശിൽ 9 ഉപതെരഞ്ഞെടുപ്പ്. ഷുക്കൂർ വധക്കേസിൽ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കും. കേസ് പരിഗണിക്കുക എറണാകുളം CBI കോടതി. വിചാരണ നേരിടുന്നത് P. ജയരാജനും TV രാജേഷും അടക്കം 33 പ്രതികൾ. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ സർക്കാർ നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതിയിൽ. പരിഗണിക്കുക K. സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരായ അപ്പീൽ. ഹർജി സുരേന്ദ്രനടക്കം 6 പേരെ വെറുതെ വിട്ട ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട. മുൻമന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിലെ അപ്പീലിൽ സുപ്രീം കോടതി വിധി ഇന്ന്. വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ ആന്റണി രാജു നൽകിയ അപ്പീലിൽ വിചാരണ കോടതി ശിക്ഷിച്ച പ്രതിയെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. മയക്കുമരുന്ന് കേസിലെ പ്രതിയായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിക്കാൻ കോടതിയിലെ ക്ലർക്കിനെ സ്വാധീനിച്ച് തൊണ്ടിമുതൽ മോഷ്ടിക്കുകയും അളവിൽ വ്യത്യാസം വരുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. അമ്പലപ്പുഴയിൽ കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പോസ്റ്റ്മോർട്ടം വണ്ടാനം മെഡിക്കൽ കോളേജിൽ. മൃതദേഹം കണ്ടെത്തിയത് സുഹൃത്ത് ജയചന്ദ്രന്റെ വീട്ടുവളപ്പിൽ. ജയചന്ദ്രനെതിരെ പരമാവധി തെളിവ് ശേഖരിക്കാൻ പോലീസ്. യുവേഫ നേഷൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി ക്രൊയേഷ്യ, ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ എന്നിവർ ക്വാർട്ടറിൽ. ഇംഗ്ലണ്ട്, നോർവേ, വെയിൽസ് എന്നിവർ ലീഗ് എയിൽ. ബോസ്നിയ, ഇസ്രയേൽ, പോളണ്ട്, സ്വിറ്റ്സർലൻഡ് എന്നിവർ ലീഗ് ബിയിൽ. റഫേൽ നദാൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിച്ചു. ഡേവിസ് കപ്പിൽ സ്പെയിൻ നെതർലൻഡിനോട് പരാജയപ്പെട്ടതോടെയാണ് 38-കാരൻ ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചത്. വിരമിച്ചത് 22 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയ താരം. ഡേവിസ് കപ്പായിരിക്കും അവസാന ടൂർണമെന്റ് എന്ന് 1 മാസം മുൻപ് തന്നെ താരം പ്രഖ്യാപിച്ചിരുന്നു. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് ഇന്ന് കായിക മന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും. ലയണൽ മെസ്സി വരുമോ എന്നതിൽ ആകാംക്ഷ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ ജപ്പാനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഇന്ത്യൻ പെൺപട തകർത്തു. ഇന്ത്യക്കായി നവനീത് കൗറും ലാൽ റസിയാമിയുമാണ് ഗോൾ നേടിയത്. മലയാളി താരം മിന്നു മണി ഇന്ത്യൻ ഏകദിന ടീമിൽ. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തി. ഷെഫാലി വർമ്മ ടീമിലില്ല. 16 അംഗ ടീമിനെ ഹർമൻപ്രീത് നയിക്കും. സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ സഞ്ജു സാംസൺ നയിക്കും. സച്ചിൻ ബേബി, രാഹുൽ കുന്നുമ്മൽ, ബേസിൽ തമ്പി എന്നിവരും ടീമിൽ. നവംബർ 23 മുതൽ ഡിസംബർ 3 വരെയാണ് മത്സരങ്ങൾ. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്കായി ഹർഷിത് റാണ അരങ്ങേറ്റം കുറിക്കുമെന്ന് റിപ്പോർട്ട്. 10 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് 43 വിക്കറ്റുകളാണ് താരം വീഴ്ത്തിയത്. ഓൾറൗണ്ടർ കൂടിയായ റാണ കഴിഞ്ഞ IPL സീസണിൽ കൊൽക്കത്തയ്ക്കായി മികച്ച പ്രകടനമാണ് നടത്തിയത്. പാകിസ്ഥാനിൽ നടക്കുന്ന കാഴ്ചാ പരിമിതിയുള്ളവരുടെ T20 ലോകകപ്പിൽ നിന്ന് ഇന്ത്യ പിന്മാറി. വിദേശകാര്യ മന്ത്രാലയം യാത്രാ അനുമതി നൽകാത്തതിനെ തുടർന്നാണ് പിന്മാറ്റം. നവംബർ 23 മുതൽ ഡിസംബർ 3 വരെയാണ് T20 ലോകകപ്പ്. ഷാഹിദ് അസ്ലം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ബാറ്റിംഗ് പരിശീലകൻ. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. അസ്ലം പാക് ടീമിൽ അസിസ്റ്റന്റ് കോച്ച്, ഫീൽഡിംഗ് കോച്ച്, അസിസ്റ്റന്റ് മാനേജർ എന്നീ പദവികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കൻ പേസർ ജെറാൾഡ് കോട്സിക്ക് പിഴ. ഇന്ത്യക്കെതിരായ അവസാന T20 മത്സരത്തിനിടെ അമ്പയറോട് രൂക്ഷമായി പ്രതികരിച്ചതിനാണ് പിഴ. മാച്ച് ഫീയുടെ 50% താരത്തിന് പിഴ വിധിച്ചത്. ICC പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് നടപടി.
ഡൽഹി വായു മലിനീകരണത്തിൽ നിന്നും മുക്തി നേടാൻ കൃത്രിമ മഴ ആവശ്യപ്പെട്ട് AAP സർക്കാർ. ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യ്ക്കാനുള്ള നടപടികൾക്ക് കേന്ദ്ര സർക്കാരിനോട് ഡൽഹി സർക്കാർ അനുമതി തേടി. നഗരത്തെ അടക്കം മൂടിയ വിഷപ്പുക നീക്കം ചെയ്യാനാണ് അഭ്യർത്ഥന. വിഷപ്പുകയും മൂടൽമഞ്ഞും ദൂരക്കാഴ്ച ഇല്ലാതാക്കിയതോടെ UPയിൽ വാഹന അപകടം വ്യാപകമാകുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടന്ന വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു, 30 പേർക്ക് പരുക്ക്. ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലും ശക്തമായ മൂടൽമഞ്ഞ് വാഹന ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. തിരുമല തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്ന് അഹിന്ദുക്കളായ ജീവനക്കാരെ ഒഴിവാക്കാൻ ശ്രമം. പുതിയതായി രൂപീകരിച്ച തിരുമല തിരുപ്പതി ദേവസ്ഥാനം ട്രസ്റ്റിന്റേതാണ് നടപടി. അഹിന്ദുക്കളായ ജീവനക്കാർ സ്വയം വിരമിക്കൽ തിരഞ്ഞെടുക്കുകയോ മറ്റു വകുപ്പുകളിലേക്ക് സ്ഥലം മാറ്റം സ്വീകരിക്കുകയോ ചെയ്യണം എന്നുള്ള പ്രമേയം പാസാക്കി. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായ സാഹചര്യത്തിൽ അഭിഭാഷകർക്ക് ഓൺലൈനായി ഹാജരാകാമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന. മുതിർന്ന അഭിഭാഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനം. അഭിഭാഷകർക്ക് ഓൺലൈനിലൂടെ ഹാജരാകാൻ അവസരമൊരുക്കണമെന്ന എല്ലാ കോടതികൾക്കും നിർദ്ദേശം നൽകിയതായും ചീഫ് ജസ്റ്റിസ്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ചർച്ചയായി ഉള്ളിവില. ഇന്ത്യയിലുടനീളം ഉള്ളിവില 100 രൂപയിലേക്ക് ഉയർന്നു. ഉയർന്ന ഉള്ളിവില നിയന്ത്രിക്കാൻ കേന്ദ്രം വേണ്ട നടപടികൾ സ്വീകരിക്കാത്തത് തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യത്തിന് തിരിച്ചടിയായേക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് ഈ വർഷം സന്ദർശനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണെന്ന് പ്രസിഡന്റ് വക്താവ് അറിയിച്ചു. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാകും പുടിൻ ഇന്ത്യയിലെത്തുക. മണിപ്പൂരിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇടപെടണമെന്ന് കോൺഗ്രസ്. സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നുവെന്നും 300ഓളം പേർക്ക് ജീവഹാനി സംഭവിച്ചുവെന്നും കത്തിൽ പറയുന്നു. പ്രശ്നപരിഹാരത്തിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചത്. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തുടക്കം. മൈക്കിൾ ഗ്രേസി സംവിധാനം ചെയ്ത ബെറ്റർ മാനാണ് ഉദ്ഘാടന ചിത്രം. ഇന്ത്യൻ പനോരമയുടെ ഫീച്ചർ വിഭാഗത്തിൽ 4 മലയാള ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. NCP നേതാവും ശരത് പവാറിന്റെ മകളുമായ സുപ്രിയ സുലെയ്ക്കെതിരെ ആരോപണവുമായി BJP. സുപ്രിയ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ പങ്കാളിയാണെന്നാണ് ആരോപണം. എന്നാൽ പോളിംഗിന് മുൻപ് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് സുപ്രിയ വ്യക്തമാക്കി. വ്യാജ ആരോപണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സൈബർ സെല്ലിനും പരാതി നൽകിയതായും സുപ്രിയ. രാജ്യതലസ്ഥാനത്ത് ഹിമാചൽ പ്രദേശിന്റെ ആസ്ഥാന കേന്ദ്രമായ ഹിമാചൽ ഭവൻ കണ്ടുകെട്ടാൻ ഹൈക്കോടതി ഉത്തരവ്. സെലി ഹൈഡ്രോ പവർ ഇലക്ട്രിക്കൽ എന്ന കമ്പനിക്ക് 150 കോടി രൂപ തിരിച്ചു നൽകാൻ കോൺഗ്രസ് സർക്കാർ തയ്യാറാവാത്തതിനെ തുടർന്നാണ് നടപടി. ഡൽഹി മണ്ഡി ഹൌസിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ ഭവൻ ലേലത്തിന് വെച്ച് കമ്പനിക്ക് കുടിശ്ശിക തുക ഈടാക്കാമെന്നാണ് ഹിമാചൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അജയ് മോഹൻ ഗോയലിന്റെ ഉത്തരവ്. MS സുബ്ബലക്ഷ്മിയുടെ പേരിലുള്ള പുരസ്കാരം TM കൃഷ്ണയ്ക്ക് നൽകുന്നത് വിലക്കി മദ്രാസ് ഹൈക്കോടതി. പുരസ്കാരം നൽകുന്നതിനെതിരെ സുബ്ബലക്ഷ്മിയുടെ കൊച്ചുമകൻ V ശ്രീനിവാസൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് D ജയചന്ദ്രന്റെ ഇടക്കാല ഉത്തരവ്. സുബ്ബലക്ഷ്മിയുടെ പേരിൽ അവാർഡ് ഏർപ്പെടുത്തിയത് അവരുടെ വിൽപത്രത്തിന്റെ നേരിട്ടുള്ള ലംഘനമാണെന്ന് കാണിച്ചാണ് ഹർജി നൽകിയത്. BJP നേതാവ് വിനോദ് താവ്ഡെ വോട്ടുമാർക്ക് പണം വിതരണം ചെയ്തെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ. വിനോദ് താവ്ഡെ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയതായി മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞു. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ അഴിമതി ഭരണം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്നും ഉദ്ധവ് താക്കറെ. സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി. SBIയിലെ ഉദ്യോഗസ്ഥനെതിരെ വിരമിച്ചതിനു ശേഷം നടപടി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് വിധി. ജസ്റ്റിസുമാരായ അഭയ് S ഒക്ക, ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. ദരിദ്ര രാജ്യങ്ങളിലെ 182 ദശലക്ഷം കുട്ടികൾക്ക് പോഷണമില്ലെന്ന് കണ്ടെത്തൽ. അന്തരീക്ഷ മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം എന്നിവയും കുട്ടികളുടെ വളർച്ചയെ ബാധിക്കുന്നതായാണ് പുതിയ പഠനം. ഡൽഹി ആസ്ഥാനമായ സെന്റർ ഫോർ ക്രോണിക് ഡിസീസ് കൺട്രോൾ ഗവേഷകർ ഉൾപ്പെട്ട അന്താരാഷ്ട്ര സംഘമാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സുഡാനിൽ സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിൽ തുടരുന്ന ഏറ്റുമുട്ടൽ തടയാൻ UN രക്ഷാസമിതിയിൽ കൊണ്ടുവന്ന വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്ത റഷ്യ. ബ്രിട്ടനും സിയറ ലിയോണും സംയുക്തമായി അവതരിപ്പിച്ച പ്രമേയത്തെ മറ്റെല്ലാ അംഗങ്ങളും അനുകൂലിച്ചു. സുഡാനിൽ ഇതുവരെ 24,000 പേരാണ് കൊല്ലപ്പെട്ടത്.
US സർക്കാരിൽ ഗതാഗത സെക്രട്ടറിയായ ഷോൺ ഡഫിയെ നിയമിക്കും. ഫോക്സ് ബിസിനസ് ന്യൂസ് വാർത്താ അവതാരകനാണ് ഷോൺ. രണ്ടാം ഡൊണാൾഡ് ട്രംപ് സർക്കാരിൽ സെക്രട്ടറിയാകുന്ന രണ്ടാമത്തെ ഫോക്സ് ന്യൂസ് അവതാരകനാണ് ഷോൺ. ബൈഡന്റെ ഇലക്ട്രിക് വാഹന നയങ്ങൾ ട്രംപ് തിരുത്തുമെന്ന് റിപ്പോർട്ട്. നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കി റഷ്യയും ഉത്തര കൊറിയയും. കിം ജോങ് ഉൻ റഷ്യൻ പ്രകൃതി വിഭവ മന്ത്രി അലക്സാണ്ടർ ക്ലിസോവുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ശാസ്ത്രം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ സഹകരണം ഇരു രാജ്യങ്ങളുടെയും വികസനത്തിനായി വിപുലീകരിക്കാൻ കിം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്. ഗാസയിൽ അടിയന്തര സഹായം ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ടെന്ന് UN സുരക്ഷാ കൗൺസിൽ. ഗാസയ്ക്ക് നൽകുന്ന സഹായത്തിൽ വർധന വേണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി. ശൈത്യകാലം വരുന്നതോടെ സാഹചര്യം കൂടുതൽ മോശമാകുമെന്നും ലാമി. ന്യൂസിലാൻഡിൽ വിതാംഗി ഉടമ്പടിയിൽ മാറ്റം കൊണ്ടുവന്ന വിവാദ ബില്ലിൽ പ്രതിഷേധം ശക്തം. ബില്ലിനെ എതിർക്കുന്ന 42,000 പ്രതിഷേധക്കാരാണ് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയത്. ബില്ലിനെതിരെ സംഘടിപ്പിച്ച 9 ദിവസത്തെ മാർച്ചാണ് വെല്ലിംഗ്ടണിലെ പാർലമെന്റിന് മുന്നിൽ സമാപിച്ചത്. വികിരണമടക്കം പ്രതിരോധിക്കാൻ കഴിയുന്ന മൊബൈൽ ബോംബ് ഷെൽട്ടറുകളുടെ നിർമ്മാണം ആരംഭിച്ച റഷ്യ. ഷിപ്പിംഗ് കണ്ടെയ്നർ പോലുള്ള ഈ ഷെൽട്ടറുകൾക്ക് മിസൈൽ ഭാഗങ്ങൾ, തീ എന്നിവയടക്കം പ്രതിരോധിക്കാനാകുമെന്ന് അടിയന്തര മന്ത്രാലയത്തിലെ ഗവേഷണ വിഭാഗം. 54 പേരെ വരെ ഉൾക്കൊള്ളാനാകുന്ന ഷെൽട്ടറുകളിൽ സാങ്കേതിക ഭാഗങ്ങൾ പ്രത്യേകമായി കൂട്ടിച്ചേർക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ട്. UAEയിൽ വിസിറ്റിംഗ് വീസക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചതോടെയാണ് ആനുകൂല്യങ്ങൾ. വിവിധ എമിറേറ്റുകളിൽ നിന്ന് വാങ്ങുന്ന ഉത്പന്നങ്ങൾക്ക് മൂല്യവർദ്ധിത നികുതി ഒഴിവാക്കും. എയർപോർട്ടിൽ ബില്ല് നൽകിയാൽ വിസിറ്റിംഗ് വീസയിലെത്തിയവർക്ക് നികുതി തിരിച്ചു നൽകുന്ന വിധമാണ് പുതിയ രീതി. അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇന്ത്യ ഒന്നാമത്. 2023-24 വർഷത്തിൽ ഇന്ത്യയിൽ നിന്നും 3,31,602 വിദ്യാർത്ഥികളാണ് അമേരിക്കയിൽ പഠിക്കാനെത്തിയത്. ചൈനയെ മറികടന്നാണ് ഈ മുന്നേറ്റം. 2009 ശേഷം ആദ്യമായാണ് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇന്ത്യ ഒന്നാമതെത്തുന്നത്. മിസ് ആൻഡ് മിസസ് മലയാളി UK താരപ്പട്ടത്തിന് നവംബർ 23 തുടക്കം. ഹാരോയിലെ പ്രശസ്തമായ ഗ്രേറ്റ് ഹാളിൽ അരങ്ങേറും. UKയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30 വനിതകളാണ് കിരീടത്തിനായി മത്സരിക്കുക. മത്സരത്തിനൊപ്പം കുട്ടികളുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെയും റാം വോക്കും സംഘടിപ്പിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾക്കും യുക്രൈനുമെതിരെ ആവശ്യമുള്ളപ്പോൾ ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്ന ഉത്തരവിൽ ഒപ്പിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. റഷ്യയ്ക്കുള്ളിലെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് അമേരിക്ക യുക്രൈൻ അനുമതി നൽകിയതിനു പിന്നാലെയാണ് റഷ്യയുടെ സുപ്രധാന നീക്കം. ആണവശക്തികളുടെ പിന്തുണയുണ്ടെങ്കിൽ ആണവ ഇതര രാഷ്ട്രത്തിനെതിരെ ആണവായുധം പ്രയോഗിക്കുന്നത് റഷ്യ പരിഗണിക്കുമെന്നും ഉത്തരവിൽ. ജനാധിപത്യ അനുകൂല നേതാക്കൾക്ക് തടവ് ശിക്ഷ വിധിച്ച് ഹോങ്കോങ് കോടതി. വിവാദമായ ദേശീയ സുരക്ഷാ നിയമം ഉപയോഗിച്ചുള്ള വിചാരണയെ തുടർന്നാണ് വിധി. 47 ജനാധിപത്യ പ്രവർത്തകരും ബെന്നി തായ്, ജോഷുവ വോങ് എന്നീ പ്രമുഖ നേതാക്കളും ശിക്ഷ ഏറ്റുവാങ്ങിയവരിൽ ഉൾപ്പെടുന്നു. റഷ്യൻ ആയുധ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തി യുക്രൈൻ. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള മെയിൻ മിസൈൽ ആൻഡ് ആർട്ടിലറി ഡയറക്ടറേറ്റിന്റെ 67ാമത്തെ ആയുധ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ചായിരുന്നു ആക്രമണം. റഷ്യൻ അധിനിവേശം ആരംഭിച്ച് 1000 ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലാണ് തിരിച്ചടി. ഒമാന്റെ 54ാമത് ദേശീയ ദിനം ആഘോഷമാക്കി രാജ്യം. ക്യാമ്പിൽ നടന്ന സൈനിക പരേഡിൽ നിന്നും സല്യൂട്ട് സ്വീകരിച്ചു ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ. റോയൽ ആർമി ഓഫ് ഒമാൻ, റോയൽ എൻഫോഴ്സ് ഓഫ് ഒമാൻ, റോയൽ ഗാർഡ് ഓഫ് ഒമാൻ, സുൽത്താന്റെ സ്പെഷ്യൽ ഫോഴ്സ് എന്നീ യൂണിറ്റുകൾ പരേഡിൽ പങ്കെടുത്തു. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഒമാൻ ഭരണാധികാരി പൊതുമാപ്പ് നൽകി വിട്ടയച്ചത് 174 തടവുകാരെ. ഖത്തർ ട്രാവൽ മാർട്ട് ഈ മാസം 25 ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ ആരംഭിക്കും. 60 രാജ്യങ്ങളിൽ നിന്നായി 300-ലേറെ സ്ഥാപനങ്ങൾ ട്രാവൽ മാർട്ടിന്റെ 3ാം പതിപ്പിൽ പങ്കെടുക്കും. ബിസിനസ്, വിനോദം, ആഡംബരം, ആരോഗ്യം, സാംസ്കാരികം, സ്പോർട്സ്, ടൂറിസം എന്നീ 7 വിഭാഗങ്ങളിലായാണ് ഇത്തവണത്തെ പ്രദർശനം. 3 ദിവസം കൊണ്ട് 12,000 സന്ദർശകരെ പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ. G20 ഉച്ചകോടിയിൽ $100 മില്യൺ സഹായ പദ്ധതി പ്രഖ്യാപിച്ച UAE. ദാരിദ്ര്യത്തിനും വിശപ്പിനുമെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് സഹായം. റിയോ ഡി ജനീറോയിൽ നടന്ന ഉച്ചകോടിയിൽ അബുദാബി കിരീടാവകാശി ഷൈഖ് ഖാലിദാണ് UAEയുടെ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചത്.
ഇറാഖിൽ നിയമവിരുദ്ധമായ വധശിക്ഷകൾ വർദ്ധിക്കുന്നതായ റിപ്പോർട്ട്. കുറ്റവാളികളുടെ കുടുംബാംഗങ്ങളെയും അഭിഭാഷകരെയും അറിയിക്കാതെയുള്ള വധശിക്ഷ നടപ്പിലാക്കൽ രാജ്യത്ത് സാധാരണമാകുന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ് വാച്ച്. പൗരന്മാരെ ഇറാഖ് ഭരണകൂടം അന്യായമായി തടങ്കലിൽ വയ്ക്കുകയാണെന്നും വിചാരണ ചെയ്യുകയാണെന്നും മനുഷ്യാവകാശ സംഘടന. ISROയുടെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹം ജിസാറ്റ്-20 വിജയകരമായി വിക്ഷേപിച്ചു. സ്പേസ് എക്സുമായി ചേർന്ന് ISRO നടത്തുന്ന ആദ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിക്ഷേപണമാണിത്. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റാണ് ജിസാറ്റുമായി പറന്നുയർന്നത്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽഥാനിയും കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹിയും ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലെ സഹകരണവും നയതന്ത്ര ബന്ധവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഗാസയിലും ലബനനിലും തുടരുന്ന ഇസ്രയേൽ ആക്രമണവും വ്യാപിക്കുന്ന സംഘർഷവും പൊതുവിഷയങ്ങളും ചർച്ച ചെയ്തു. ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കണമെന്ന ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മന്ത്രി കാര്യം ഉന്നയിച്ചത്. G20 ഉച്ചകോടിയിൽ വെച്ചാണ് ജയശങ്കറും വാങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ഇസ്രയേൽ കടന്നാക്രമണം നേരിടുന്ന ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാനും യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനും ആഗോള പട്ടിണി നിവാരണത്തിനും ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ ആഹ്വാനം ചെയ്ത ലോക നേതാക്കൾ. റഷ്യയെയോ ഇസ്രയേലിനെയോ പരാമർശിക്കാതെ നടത്തിയ ആഹ്വാനം അർജന്റീനയെ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും പൂർണ്ണമായി അംഗീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയാനയിലേക്ക് യാത്ര തിരിച്ചു. ബ്രസീലിൽ വെച്ച് നടന്ന 19ാമത് G20 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. ഗയാനയിലെത്തുന്ന മോദി കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ കാരികോം ഇന്ത്യ ഉച്ചകോടിയിൽ പങ്കെടുക്കും. മണിപ്പൂരിൽ 22കാരനെ വെടിവെച്ചു കൊന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട് ജനക്കൂട്ടം ആക്രമിച്ചു. ജിരിബാമിൽ കെ അതൌബയെ വെടിവെച്ചു കൊന്ന സീനിയർ പോലീസ് സൂപ്രണ്ട് നെക്ടർ സഞ്ജൻ ബാമിന്റെ വീടാണ് ആക്രമിച്ചത്. നെക്ടർ വെടിവെക്കുന്നത് കണ്ടെന്ന ദൃക്സാക്ഷി മൊഴി പുറത്തു വന്നതിനു പിന്നാലെയാണ് ആക്രമണം. സുഡാനിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ സ്ത്രീകൾ ബലാത്സംഗത്തിനിരയാകുന്നതായ റിപ്പോർട്ട്. യുണിസെഫിന്റെ റിപ്പോർട്ട് പ്രകാരം 14 മുതൽ 49 വയസ്സ് വരെ പ്രായമുള്ള സുഡാനി സ്ത്രീകളിൽ 87 പേരും ബലാത്സംഗത്തിന് ഇരയായി എന്നാണ് റിപ്പോർട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. മൂവാറ്റുപുഴയിൽ മദ്യലഹരിയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് പിടിയിൽ. തൊടുപുഴ സ്വദേശി മനോജ് കുഞ്ഞപ്പനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്പലംപടി സ്മിതയെയാണ് കൊലപ്പെടുത്താൻ നോക്കിയത്. ആക്രമണത്തിൽ നെഞ്ചിനും കാലിനും ഗുരുതരമായി പരിക്കേറ്റ സ്മിത കോട്ടയം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. കണ്ണൂർ മട്ടന്നൂർ വെള്ളിയാംപറമ്പിൽ മരം മുറിക്കുന്നതിനിടെ മരത്തിൽ കുടുങ്ങിയ തൊഴിലാളി അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. മരുതായി സ്വദേശി അനൂപാണ് വീട്ടുപറമ്പിലെ മരം മുറിക്കുന്നതിനിടെ മരത്തിൽ കുടുങ്ങിയത്. മട്ടന്നൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി ഏണി ഉപയോഗിച്ച് അനൂപിനെ താഴെ ഇറക്കി. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂരിൽ തുടക്കം. 119 പോയിന്റുമായി ആദ്യ ദിനത്തിൽ ഇരട്ടി ഉപജില്ല മുന്നിൽ. കലോത്സവം ഉദ്ഘാടനം ചെയ്ത മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. സ്കൂളുകളിൽ പെരളശ്ശേരി AKGHS ആദ്യ ദിനം 1ാം സ്ഥാനത്ത്. വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ 1ാം ലക്കത്തിന്റെ ഓർമ്മ പുസ്തകം പ്രകാശനം ചെയ്തു. മാഹിയിൽ വെച്ച് എഴുത്തുകാരൻ M മുകുന്ദനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. 2022 വയനാട് സാഹിത്യോത്സവത്തിൽ നിന്നുള്ള എല്ലാ സംഭാഷണങ്ങളും സംവാദങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പുസ്തകം. BJP നേതാവ് V മുരളീധരന്റെ മുണ്ടക്കായി ചുരൽമല വിരുദ്ധ പ്രസ്താവനയിൽ വയനാട്ടിൽ വ്യാപക പ്രതിഷേധം. വിവാദ പരാമർശത്തിൽ മുരളീധരൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞ ദുരന്തബാധിതർ മേപ്പാടിയിൽ പ്രതിഷേധം നടത്തി. കൽപ്പറ്റയിൽ V മുരളീധരന്റെ കോലം കത്തിച്ച KSU. മുനമ്പം വിഷയത്തിൽ ഫറൂഖ് കോളേജിനെതിരെ വഖഫ് സംരക്ഷണ സമിതി മുനമ്പത്തെ ഭൂമി വിൽപ്പന നടത്തിയത് ഫറൂഖ് കോളേജാണെന്നും അവർ മറുപടി പറയണമെന്നും വഖഫ് സംരക്ഷണ സമിതി. വിഷയത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും സമിതിയുടെ ആരോപണം. കാലിൽ കയർ കുടുങ്ങി അവശനിലയിലായ പ്രാവിന് രക്ഷകരായി ചുമട്ടുതൊഴിലാളികൾ. കണ്ണൂർ ചാലോടിലെ ചുമട്ടുതൊഴിലാളികളാണ് ഇരു കാലുകളിലും നൂൽ കുരുങ്ങി കെട്ടിടത്തിന് മുകളിൽ അകപ്പെട്ട പ്രാവിനെ രക്ഷപ്പെടുത്തിയത്.
ബ്രൗൺ ഷുഗറും കഞ്ചാവുമായ അതിഥി തൊഴിലാളി പിടിയിൽ അസം സ്വദേശി ഷെയ്ബുർ റഹ്മാനാണ് ഇന്നലെ വൈകിട്ട് തിരുവല്ല ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പിടിയിലായത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തിരുവല്ല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ നാസറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാളിൽ നിന്നും 700 മില്ലിഗ്രാം ബ്രൗൺ ഷുഗറും 15 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. സന്തോഷ് ട്രോഫി ടൂർണമെന്റിന്റെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾക്കായി കേരളം ഇന്നിറങ്ങും. ആദ്യ മത്സരത്തിൽ കേരളം റെയിൽവേസിനെ നേരിടും. ഉച്ചയ്ക്ക് 3 മണിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹിച്ച് ഹൈക്കിംഗ് യാത്രകളിലൂടെയും സാഹസിക സഞ്ചാരങ്ങളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട മലയാളി ബ്ലോഗർ മാഹിനെ കാണാനില്ല. പലസ്തീൻ അനുകൂല നിലപാടെടുത്തിരുന്ന മാഹിനെ അവസാനമായി കണ്ടത് ഇസ്രയേലിലാണെന്ന് റിപ്പോർട്ട്. താലിബാൻ ഭരണത്തിൽ കയറിയതിനു ശേഷം അഫ്ഗാനിസ്ഥാൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ യാത്രികനായിരുന്നു മാഹി. ഗാർബേജ് ബോക്സും ടിപ്പിംഗ് മെക്കാനിസവും ഘടിപ്പിച്ച് ഇലക്ട്രിക് കാർഡ് വികസിപ്പിച്ച കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്. ഖരദ്രവ മാലിന്യങ്ങൾ വ്യത്യസ്ത അറകളിൽ ശേഖരിക്കാൻ കഴിയുന്ന കൊച്ചു വാഹനമാണ് KL വികസിപ്പിച്ചിരിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങളുള്ള വാഹനത്തിന്റെ ആദ്യ വിൽപ്പന കൊച്ചി നഗരസഭയ്ക്ക്. കോഴിക്കോട് കോട്ടമുഴി പാലം പുനർനിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക്. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടമുഴി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തി കഴിഞ്ഞ ദിവസമാണ് ഇടിഞ്ഞു വീണത്. മണ്ണഞ്ചേരി പോലീസിന്റെ പിടിയിലായ കുറുവാ സംഘത്തിലെ 1-ാം പ്രതി സെൽവനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കുറ്റകൃത്യത്തിൽ പ്രതികളുടെ കൂട്ടാളികളെ കണ്ടെത്തുക, തൊണ്ടി മുതൽ ഒളിപ്പിച്ച സ്ഥലം കണ്ടെത്തുക, പ്രതിയുടെ വീട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പോലീസ് 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയത്. കസ്റ്റഡിയിൽ വാങ്ങിയ സെൽവത്തെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യും. കോട്ടയം വെള്ളൂരിലും കുറുവാ സംഘം എന്ന സംശയം. വെള്ളൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വീട്ടിലും മോഷണം നടത്തി. പിറവം റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം കിഴക്കേപ്പറമ്പിൽ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നിന്നും 24,900 രൂപയും വെള്ളൂർ ജംഗ്ഷനിലുള്ള മണികണ്ഠൻ ഹോട്ടലിൽ നിന്ന് 5,000 രൂപയുടെ ചില്ലറയും മോഷണം പോയി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സന്ദീപ് വാര്യർക്കെതിരായ പത്രപരസ്യങ്ങൾക്കെതിരെ സാദിഖ് അലി തങ്ങൾ ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പ്രസംഗങ്ങളിലൂടെയാണെങ്കിലും പരസ്യങ്ങളിലൂടെയാണെങ്കിലും കരുതിയിരിക്കണം. പാലക്കാട്ടും അത്തരം പരീക്ഷണങ്ങൾക്ക് ശ്രമിച്ചുവെന്നും തങ്ങൾ. കെന്റെ എലിയാസ് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച വീടിന്റെ കൂദാശാ കർമ്മം നടത്തി. കേന്ദ്ര യുവജന പ്രസ്ഥാനത്തിന്റെ നവതിയോടനുബന്ധിച്ചാണ് ഭവന നിർമ്മാണം നടത്തിയത്. ഭവനത്തിന്റെ കൂദാശാ കർമ്മം ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി നിർവഹിച്ചു. ഗാനരചയിതാവ് AV വാസുദേവൻ പോറ്റി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. ഭക്തിഗാനങ്ങളിലൂടെയാണ് വാസുദേവൻ ഗാനരചന ആരംഭിച്ചത്. നിരവധി സിനിമകൾക്ക് വേണ്ടിയും അദ്ദേഹം പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ സർട്ടിഫിക്കറ്റ് പുതുക്കലിന്റെ മറവിൽ പണം തട്ടിയെടുത്തയാളെ പിടികൂടി. തൈക്കാട് സ്വദേശിയായ ലിത്തീഷിനെയാണ് ചെങ്ങന്നൂർ പോലീസ് പിടികൂടിയത്. ചെറിയനാട് സ്വദേശിയിൽ നിന്ന് 3.45 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. താമരശ്ശേരിയിൽ പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ടമറിഞ്ഞ അപകടം. ചുരത്തിലെ 2-ാം വളവിലാണ് അപകടമുണ്ടായത്. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. അപകടത്തിൽ ഡ്രൈവർക്ക് പരുക്ക്. ഇലോൺ മസ്കിന്റെ SpaceX അവതരിപ്പിച്ച സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ 6ാം വിക്ഷേപണ വിജയം. ഇതോടെ ലോകത്തിലെ തന്നെ ശക്തവും വലിപ്പമേറിയതുമായ റോക്കറ്റ് സംവിധാനമായ സ്റ്റാർഷിപ്പ് ബഹിരാകാശ രംഗത്ത് പുതിയ നേട്ടം കുറിച്ചു. SpaceXന്റെ ടെക്സസിലെ സ്റ്റാർ ബേസ് ഫെസിലിറ്റിയിൽ നിന്ന് പുലർച്ചെ 3:30 വിക്ഷേപണം നടന്നത്. രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ വെബ്സൈറ്റിലെ ഭാഷ ഹിന്ദി മാത്രമാക്കി മാറ്റിയതിൽ വ്യാപക പ്രതിഷേധം. വെബ്സൈറ്റിലെ മുഴുവൻ വിവരങ്ങളും ഹിന്ദിയിൽ മാത്രമാക്കി മാറ്റിയതാണ് ഹിന്ദി ഇതര ഉപയോക്താക്കളെ പ്രകോപിപ്പിച്ചത്. വെബ്സൈറ്റ് ഹിന്ദിയിലേക്ക് മാറിയത് സാങ്കേതിക പിഴവാണെന്ന വിശദീകരണവുമായി LIC അധികൃതർ.
ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്ന റീറ്റെയിൽ നിക്ഷേപകരിൽ ഭൂരിഭാഗവും 40 വയസ്സിൽ താഴെയുള്ളവർ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻവെസ്റ്റർ റിലേഷൻസ് ഹെഡ് രോഹിത് മന്തോത്രയാണ് ഇക്കാര്യം അറിയിച്ചത്. വിപണി നിക്ഷേപകരായ യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് ശുഭസൂചനയാണെന്നും മന്തോത്ര. മെറ്റയ്ക്ക് പിഴ ചുമത്തി CCI 2021 നടത്തിയ വാട്സാപ്പ് പ്രൈവസി പോളിസി അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട അന്യായമായ ബിസിനസ് ഇടപാടുകൾക്കാണ് പിഴ. 213.14 കോടി രൂപയാണ് പിഴത്തുക. ആധിപത്യം ദുരുപയോഗം ചെയ്തതിനാണ് നടപടി. മത്സരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും മെറ്റയ്ക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം. iPhone 16 വിൽപ്പന നിരോധനം നീക്കാൻ ഇന്തോനേഷ്യയിൽ നിക്ഷേപം ഉയർത്താമെന്ന് ആപ്പിൾ. കഴിഞ്ഞ മാസമാണ് ഇന്തോനേഷ്യയുടെ വ്യവസായ മന്ത്രാലയം iPhone 16 വിൽപ്പന തടഞ്ഞത്. ഇതേ തുടർന്നാണ് ആപ്പിളിന്റെ തീരുമാനം. ഇ-കൊമേഴ്സ് കമ്പനിയായ ആമസോൺ ക്രോസ് ബോർഡർ ലോജിസ്റ്റിക്സ് പ്രോഗ്രാം വിപുലീകരിച്ചു. ഇന്ത്യൻ വ്യാപാരികളെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണിത്. എക്സ്പോർട്ട് നാവിഗേറ്ററിന്റെ സംരംഭവും കമ്പനി പ്രഖ്യാപിച്ചു. 2500-ലധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട US വിമാന നിർമ്മാതാവായ ബോയിംഗ് 17,000 തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണിത്. വാഷിംഗ്ടൺ, ഒറിഗോൺ, സൗത്ത് കരോലിന, മിസൗറി എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പിരിച്ചുവിടൽ ഉണ്ടായത്. പിരിച്ചുവിടലിനെ കുറിച്ച് പ്രതികരിക്കാൻ ബോയിംഗ് വിസമ്മതിച്ചു. വമ്പൻ ഓഫറുമായി iPhone 16 ലോഞ്ച് ചെയ്തപ്പോൾ ഇന്ത്യയിൽ 79,900 രൂപ വിലയായിരുന്ന iPhone 16ന്റെ 128GB വേരിയന്റ് ഇപ്പോൾ വമ്പിച്ച ഓഫറിൽ. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ആമസോൺ ആണ് iPhone 16 വിലക്കിഴിവും ബാങ്ക് ഓഫറുകളും അവതരിപ്പിച്ചിരിക്കുന്നത്. വലിയ പ്രഖ്യാപനവുമായി അബുദാബിയുടെ ദേശീയ വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവേസ് സർവീസുകൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി 10 സെക്ടറുകളിലേക്ക് പുതിയ വിമാന സർവീസ് തുടങ്ങുമെന്ന് എയർലൈൻ. 83 സെക്ടറുകളിലേക്കാണ് നിലവിൽ ഇത്തിഹാദിന് സർവീസ് ഉള്ളത്. പുതിയ 10 സർവീസുകൾ കൂടിയാവുമ്പോൾ ഇത്തിഹാദ് എയർവേസിന്റെ സർവീസുകൾ 93 ആകും. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ അംഗീകൃത സ്വകാര്യ ITIകളിൽ 1/2 വർഷത്തെ കോഴ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ജനസംഖ്യ ആനുപാതികമായാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാസി, ജൈന മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ്. 4 പൊതുമേഖലാ ബാങ്കുകളിലെ കുറഞ്ഞ ശതമാനം ഓഹരികൾ വിൽക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവയിലെ ഓഹരികൾ വിൽക്കാനാണ് നീക്കം. പൊതു ഓഹരി പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് സെബിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഓഹരികൾ വിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളിൽ ഒന്നായ ആൽഫബൈറ്റിന്റെ ഗൂഗിൾ ക്രോം ബ്രൗസർ വിൽപ്പന നടത്താൻ ഉത്തരവിടണമെന്ന് അമേരിക്കൻ നീതിന്യായ വകുപ്പ്. തെരഞ്ഞെടുപ്പിന് 2 മാസം മുൻപ് ഗൂഗിളിനെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. തുടർന്നാണ് നീതിന്യായ വകുപ്പിന്റെ ആവശ്യം. രാജ്യത്തെ ആദ്യ കംപ്രസ്ഡ് ബയോഗ്യാസ് ഇന്ധനം ഉപയോഗിച്ചുള്ള വാഹനം ഇറക്കാനുള്ള തയ്യാറെടുപ്പിൽ ബജാജ്. CNGക്ക് പകരം ഉപയോഗിക്കാവുന്ന പുനരുപയോഗ ഇന്ധനമാണ് CBG. കാർഷിക മാലിന്യം, ചാണകം, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവ ഉപയോഗിച്ച് അനൈറോബിക് ഡീകമ്പോസിഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് CBG നിർമ്മിക്കുന്നത്. പ്രായമായാലും സ്ത്രീകളിൽ ഓർമ്മശക്തി നിലനിർത്താൻ ദിവസവും മുട്ട കഴിക്കുന്നത് നല്ലതാണെന്ന് പഠനം. കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകർ 4 വർഷം നടത്തിയ പഠനത്തിൽ ദിവസവും മുട്ട കഴിക്കുന്ന പ്രായമായ സ്ത്രീകളിൽ സെമാന്റിക് മെമ്മറി, വെർബൽ ഫ്ലുവൻസി എന്നിവ മികച്ചതാണെന്നും കണ്ടെത്തൽ. ജോലി സമയം അവസാനിപ്പിച്ചതിന് പിന്നാലെ വിമാനം ജയ്പൂരിലെത്തി നിർത്തി പൈലറ്റുമാർ ഇറങ്ങിപ്പോയി. യാത്രക്കാരെ ബസ്സിൽ ഡൽഹിയിലെത്തിച്ച എയർ ഇന്ത്യ. പാരീസ്, ന്യൂഡൽഹി എയർ ഇന്ത്യയിലാണ് സംഭവം. സംഗീത പരിപാടിയുടെ ടിക്കറ്റ് എടുക്കാതെ സമീപത്തെ ഹോട്ടലിന്റെ ബാൽക്കണിയിൽ നിന്നും ചിലർ പരിപാടി കണ്ടു. പരിപാടി നിർത്തിവെച്ച് പ്രമുഖ പഞ്ചാബി ബോളിവുഡ് ഗായകനായ ദിൽജിത്ത് ദോസഞ്ച്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് താരത്തിന്റെ പരിപാടി നടക്കുമ്പോഴായിരുന്നു സംഭവം.
കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയ ആൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന ചിത്രം ഇതുവരെ ഒരു OTT വാങ്ങിയിട്ടില്ല എന്ന വെളിപ്പെടുത്തലുമായി സംവിധായകൻ ഹൻസൽ മേത്ത. ഇന്ത്യയിലെ സ്വതന്ത്ര സിനിമകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഹൻസൽ മേത്ത ഇക്കാര്യം പങ്കുവച്ചത്. ഇത്തരം നല്ല സിനിമയ്ക്ക് പറ്റി രാജ്യമല്ല ഇതെന്നും തന്റെ ധാരണ തെറ്റാണെന്ന് തെളിയിക്കപ്പെടുത്തെന്നും സംവിധായകൻ. ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും ആദ്യമായി ഒന്നിച്ച ഹിന്ദി ചിത്രം കരൺ അർജുൻ 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററിലേക്ക്. 1995-ൽ രാകേഷ് റോഷന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം വെള്ളിയാഴ്ച റിലീസ് ചെയ്യും. രാജ്ബി ഷെട്ടിയും അപർണ ബാലമുരളിയും ഒന്നിക്കുന്ന രുധിരം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി. നവാഗതനായ ജിഷോ ലോൺ ആന്റണിയാണ് തിരക്കഥയും സംവിധാനവും. The axe forgets but the tree remembers എന്ന ടാഗ് ലൈനോടെയാണ് ചിത്രം എത്തുക. മലയാളത്തിന് പുറമെ കന്നഡയിലും തെലുങ്കിലും തമിഴിലും ചിത്രം പുറത്തിറങ്ങുന്നു. ത്വക്കിനെ ബാധിക്കുന്ന അപൂർവ രോഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ നടി ആൻഡ്രിയ ജെറമിയ. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് താൻ നേരിടേണ്ടി വന്നത്. പുരികവും കൺപീലികളും നരയ്ക്കാൻ തുടങ്ങി. അതിനാലാണ് കുറച്ചുകാലം കരിയറിൽ നിന്ന് മാറി നിന്നതെന്നും ആൻഡ്രിയ. സംഗീത സംവിധായകൻ AR റഹ്മാനും ഭാര്യ സൈറയും വിവാഹമോചിതരാകുന്നു. ഇരുവരും വേർപിരിയുന്ന കാര്യം സൈറയുടെ അഭിഭാഷകനായ വന്ദന ഷായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശ്വക് സെൻ നായകനാകുന്ന ആക്ഷൻ ത്രില്ലർ തെലുങ്ക് ചിത്രം മെക്കാനിക് റോക്കിയുടെ രണ്ടാമത്തെ ട്രെയിലർ പുറത്തിറങ്ങി. രവി തേജ മുല്ലപ്പുടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശ്രദ്ധ കപൂറും മീനാക്ഷി ചൗധരിയുമാണ് നായിക. നവംബർ 22-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. ഇന്ദ്രജിത് സുകുമാരൻ നായകനാകുന്ന ഞാൻ കണ്ടതാ സാരേ സിനിമയുടെ പുതിയ ട്രെയിലർ റിലീസ് ചെയ്തു. വരുൺ ജി പണിക്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ബൈജു സന്തോഷ്, അനൂപ് മേനൻ, മറീന മൈക്കിൾ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നു. പ്രകാശ് ഹൈലൈനും അമീർ അബ്ദുൽ അസീസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഹോളിവുഡ് അനിമേറ്റഡ് ചിത്രം ദ ലയൺ കിങ് പ്രീക്വൽ തിയേറ്ററിലേക്ക്. മുഫാസ ദ ലയൺ കിങ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഡിസംബർ 20-ന് തിയേറ്ററുകളിലെത്തും. 2019-ൽ റിലീസായ ദ ലയൺ കിങ്ങിൽ കണ്ട സിംബയുടെ അച്ഛൻ മുഫാസയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ബാറി ജെൻകിൻസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സൂഫിയും സുജാതയും ഫെയിം ദേവ് മോഹൻ നായകനാകുന്ന പരാക്രമം വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക്. അർജുൻ രമേശ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, രഞ്ജി പണിക്കർ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. മില്ലനിയൽ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. നാഗചൈതന്യയും സായ് പല്ലവിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന തെലുങ്ക് ചിത്രം തണ്ടേലിലെ ആദ്യ ഗാനം വ്യാഴാഴ്ച പുറത്തുവിടും. പാകിസ്ഥാൻ ജയിലിലാകുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ കഥ പറയുന്ന ചിത്രം ചന്തു മൊണ്ടേഡിയാണ് സംവിധാനം ചെയ്യുക. അമരന്റെ വലിയ വിജയത്തിന് ശേഷം സായ് പല്ലവി നായികയാകുന്ന ചിത്രമാണ് തണ്ടേൽ. സംവിധായകനായി ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങിയ ആര്യൻ ഖാൻ. നെറ്റ്ഫ്ലിക്സും റെഡ് ചില്ലീസും ഒന്നിച്ചു നിർമ്മിക്കുന്ന സീരീസാണ് ആര്യൻ ഖാൻ സംവിധാനം ചെയ്യുക. ഷാരൂഖ് ഖാൻ തന്നെയാണ് മകൻ സംവിധായകനാകാൻ ഒരുങ്ങുന്നു എന്ന കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്.